ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ശേഷവും വൈറ്റ് കളറിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് വജൈനൽ ഡിസ്ചാർജ് പോകുന്നതിൻ്റെ അളവ് നല്ലോണം കുറയ്ക്കാം എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള സ്പേം സെൽസിൻ്റെ ട്രാവൽ ഏറ്റവും സുഗമമായിട്ട് നടക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. നോർമലി ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വജൈനയിൽ നിന്നും ലിക്വിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്പേമിന് ചുറ്റുമായിട്ടും കുറച്ച് ലിക്വിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് നമുക്ക് കൂടുതലും ഇതുപോലെ ഡിസ്ചാർജ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു ഡിസ്ചാർജ് പോകുന്നതിൽ കുറച്ച് സ്പേം സെൽസിൻ്റെ കണ്ടന്റും കൂടി ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൽ പോകുന്ന സ്പേം സെൽസ് എന്ന് പറയുന്നത് സ്വിം ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള ക്വാളിറ്റി കുറഞ്ഞ സ്പേം സെൽസ് ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. സെമൻ്റെ ആ ഒരു വോളിയം നമ്മൾ കണ്ടു കഴിഞ്ഞാലും അതിൽ മോട്ടിലിറ്റി ഉള്ള സ്പേം സെൽസും അതുപോലെ മോട്ടിലിറ്റി കുറഞ്ഞിട്ടുള്ള സ്പേം സെൽസും ഉണ്ടാകും. ഇതിന് എബിലിറ്റി ടു സ്വിം എന്ന് പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ളതായിരിക്കും പുറത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് 3 കാര്യങ്ങളാണ്. നമ്മുടെ വജൈനൽ ഡിസ്ചാർജിൻ്റെ കണ്ടന്റ്, സെമൻ ലിക്വിഡിൻ്റെ കണ്ടന്റ്, ഒപ്പം തന്നെ നമ്മളിൽ ആ സ്പേം സെൽസ് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സ്പേം സെൽസും കൂടി പുറത്തേക്ക് വരാം. ഇത് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ പുറത്തേക്ക് വരുന്നത് തീർത്തും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെഷേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, സ്റ്റാൻഡിങ് അപ്പ് പൊസിഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിൽ കൂടുതലും പുറത്തേക്ക് വരാനായിട്ടുള്ള സ്പേം പുറത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കൂടുതലായിരിക്കും. സ്റ്റാൻഡിങ് അപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് പുരുഷൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്ത്രീയെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ളൊരു പൊസിഷനാണ് ഈ സ്റ്റാൻഡിങ് അപ്പ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിൽ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രഗ്നൻസി വേഗം തന്നെ ആകാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇജാക്കുലേഷൻ വരുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് വേറൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് കിടക്കാനായിട്ട് നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഫോഴ്സ് കൃത്യമായിട്ട് കീഴ്പോട്ടേക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കേണ്ടതോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് പെട്ടെന്ന് കിടക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഗ്രാവിറ്റി കീഴ്പോട്ടേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു പൊസിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ചിട്ടുമാണ് ഈ ഒരു പൊസിഷൻ നമുക്ക് ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സക്സസ് റേറ്റ് കുറവാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറുന്നതായിരിക്കും കേട്ടോ നല്ലത്. രണ്ടാമത്തെ പൊസിഷനാണ് വുമൺ ഓൺ ടോപ്പ് എന്ന് പറയുന്ന പൊസിഷൻ. അതായത് ഹസ്ബൻഡ് കിടക്കുന്ന പൊസിഷനും നമ്മൾ മുകളിൽ ഇരിക്കുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിലുമാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പൊസിഷനും ഫിസിക്കൽ കോണ്ടാക്ടിൻ്റെ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന മൊമെന്റിൽ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. കാര്യം ആ ഒരു പൊസിഷൻ നമുക്ക് നേരെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, ഒരു എനർജി ഉണ്ടല്ലോ, നേരെ കീഴ്പോട്ടേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ആ കയറുന്നതിന് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ചാൻസസ് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഓവറേഷൻ നടക്കുന്ന ആ ഒരു എക്സാക്ട് ടൈം പീരീഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുന്നത് കുറച്ചധികം സ്പേം സെൽസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി ഏത് പൊസിഷൻസ് ആണ് ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ഡൗൺ ആയിട്ടുള്ള പൊസിഷൻ, കിടന്നിട്ടുള്ള പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതുപോലെ ഡോഗി സ്റ്റൈൽ പൊസിഷനും ഒക്കെയാണ് കൂടുതൽ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന പൊസിഷൻ കേട്ടോ. ആ ഒരു രീതിക്കൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് കൂടുതൽ സ്പേം സെൽസ് അകത്തേക്ക് കയറുന്നതിനുള്ള ചാൻസസ് കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ചില ആളുകൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് പില്ലോ ഹിപ്പിനടിയിൽ വെക്കാറുണ്ട്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ വെക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പാർക്കിലൊക്കെ പോകുമ്പോൾ സീസോ കണ്ടിട്ടുണ്ടാവില്ലേ, സീസോയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും, അതായത് മേളിൽ നിന്ന് കീഴ്പോട്ടേക്ക് പോകുന്ന ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കും ഈ സീസോ നിൽക്കുന്നത്. ഇതേ സ്ലാൻഡിങ് പൊസിഷനിൽ നമ്മൾ നമ്മുടെ ബോഡിയെ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിന് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും ഇത് സ്വിം ചെയ്ത് തന്നെ പോകും. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പ്രവർത്തനം കുറേ കൂടി സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പല ആളുകളും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ ബ്രിഡ്ജ് പോസ് യോഗ സ്റ്റൈല് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബ്രിഡ്ജ് പോസ് യോഗ സ്റ്റൈലും നമ്മൾ നേരെ ഒരു സീസോടെ പോലെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. നമ്മുടെ കാല് കുത്തി വെച്ചിട്ട് ബോഡി ഒരു സ്ലോപ്പിലോട്ട് എന്ന രീതിക്ക് നമ്മൾ ബോഡിയെ കീപ്പ് ചെയ്ത് വെക്കുമ്പോഴേക്കും അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂട്ടുന്നുണ്ട് കേട്ടോ. ഒപ്പം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 to 15 മിനിറ്റ്സ് വരെയെങ്കിലും ഈ ഒരു ബ്രിഡ്ജ് പോസ് യോഗയിലോ ലെഗ് അപ്പ് ദ വാൾ പൊസിഷനിലോ കിടക്കുന്നത് അവസാനത്തെ ആ ഒരു ഡ്രോപ്പ് വരെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു പൊസിഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ
എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ഏത് സമയത്ത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്താലും പ്രഗ്നന്റ് ആകുമോ എന്നുള്ളത്. നോർമലി സൈക്കിൾ റെഗുലർ ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സേഫ് പീരീഡ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് അടുത്തൊരു പീരീഡ് ആകുന്നതിന് ഒരു 10 ദിവസം മുൻപ് വരെയുള്ള ഒരു സമയത്താണ്. ഈ ഒരു സമയത്ത് ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഓവുലേഷൻ നേരത്തെ ഉണ്ടാകാം, ചില സിറ്റുവേഷനിൽ 1-2 ദിവസം ലേറ്റ് ആയിട്ട് ഓവുലേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈം പീരീഡ് ആണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സൈക്കിൾ ഷോർട്ട് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് 25 ഡേയ്സ് 24 ഡേയ്സ് ഒക്കെ സൈക്കിൾ ലെങ്ത് പോകുന്ന ഒരാൾക്ക് പീരിയഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഓവുലേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സൈക്കിൾ വരുന്നത് 24 ഡേയ്സ് ആണെങ്കിൽ പീരിയഡ്സിന്റെ 10ാമത്തെ ദിവസം നിങ്ങൾക്ക് ഓവുലേഷൻ്റെ തട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും, ഓവുലേഷൻ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് സ്പേം സെൽസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ സ്പേം സെൽസ് ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസസ് ഇത് വർദ്ധിപ്പിക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾ കൃത്യം ഓവുലേഷൻ ഡേറ്റ് തന്നെ നോക്കിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എഗിന്റെ ഒരു ലൈഫ് നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് 24 hours ആണ്. ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോൺടാക്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് കുറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി ടൈം പീരീഡ് ഉണ്ട്, അത് സേഫ് ടൈം പീരീഡ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ പീരീഡ് സൈക്കിൾ റെഗുലർ ആയവർക്കാണ് ഈ സേഫ് ടൈം പീരീഡ് ആയിട്ടുള്ള ആ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് വരുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും 28, 30 അങ്ങനെയുള്ള കൃത്യം ഡേറ്റിൽ തന്നെ പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫ് ടൈം, നിങ്ങൾ പ്രഗ്നന്റ് ആകാത്ത ഒരു ടൈം എന്ന് പറയുന്നത് അടുത്ത ഒരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം ആ ഒരു ടൈം പീരീഡ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 14-ാം തീയതിയാണ് പീരീഡ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നതെങ്കിൽ ഒരു 4-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു ടൈം ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുന്ന സേഫ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്താലും പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് ബാക്കിയുള്ള ടൈമിനെ അപേക്ഷിച്ച് വളരെയധികം കുറവായിരിക്കും. വളരെ കുറവെന്ന് പറയുന്നത് ചില സിറ്റുവേഷനിൽ നമുക്ക് 2 ഓവറീസ് ഉള്ളതിൽ നിന്നും എഗ്ഗ് പ്രൊഡ്യൂസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ 2 എഗ്ഗ് ഒരു ഓവറിൽ നിന്ന് തന്നെ റപ്ചർ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓവറി സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഒന്നിൽ കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം അറ്റ് എ ടൈം പൊട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരെണ്ണം പൊട്ടി 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും അടുത്തൊരു എഗ്ഗ് റപ്ചർ ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ സേഫ് ടൈം പീരീഡിനെ നമുക്ക് ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരുവിധം നമുക്കൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് സേഫ് ടൈം പീരീഡ് കിട്ടുകയും ചെയ്യും കേട്ടോ. പ്രഗ്നൻസി ഇപ്പോൾ പ്ലാൻ ചെയ്യാത്തവർക്ക് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി സേഫ് ആയിട്ടുള്ള ടൈം പീരീഡ് ഏതാണെന്ന്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ സേഫ് ടൈം പീരീഡിൻ്റെ കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ മാക്സിമം വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആളുകൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഡിസ്ചാർജ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ആ ഒരു ലിക്വിഡ് ആയിരിക്കും പോകുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്, മുഴുവനും പുറത്തേക്ക് പോരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ചിലപ്പോൾ ആ ഹൈമൺ തിക്ക് ആയതുകൊണ്ട് ബ്രേക്ക് ആയിട്ടിരിക്കാത്ത സിറ്റുവേഷൻസും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അൺകൺസ്യൂമേറ്റഡ് ഫിസിക്കൽ കോൺടാക്ട് എന്ന് പറയുന്നൊരു കണ്ടീഷനും ഉണ്ടാകുന്നുണ്ട്. ഫിസിക്കൽ കോൺടാക്റ്റിൽ തന്നെ ഫുള്ളായിട്ട് മുഴുവിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും പലർക്കും ഉണ്ടാകാം. കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ ഇപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്പേം സെൽസ് പുറത്തേക്ക് വരുന്നത് പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തിട്ട് സ്കാനിങ് ഒക്കെ നടത്തി നോക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ട്യൂബിലോട്ട് എത്തുന്നുണ്ടോ, അതിന്റെ യാത്ര എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.